അപ്പോൾ എഗെയിൻ ഒരു കല്യാണം കൂടാൻ പോയാലോ? ഇത് കല്യാണ സീസണൊന്നുമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ തുടരെ വേണ്ടപ്പെട്ടവരുടെ കല്യാണം നടക്കുന്ന സമയമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് 8th സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചവരുടെ കല്യാണമായിരുന്നു. കല്യാണം കൂടാനായിട്ട് മാത്രമല്ല ഞാൻ പോയത്, അതിലുപരി ആ വർഷങ്ങളിൽ തന്നെ എൻ്റെ ബെസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കൂടി കാണുന്നത്. അപ്പോൾ ആ കൂടിക്കാഴ്ച മിസ്സാക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. കല്യാണം എല്ലാം കണ്ടു, മനസ്സ് നിറഞ്ഞു. നമ്മൾ നേരെ സദ്യ കഴിക്കാൻ. കറികളുടെ എണ്ണം പറഞ്ഞാൽ തീരത്തത്ര കറികളും അടപ്രഥമനും പാൽപ്പായസവും അടങ്ങിയ ഒരു ഗംഭീര സദ്യ തന്നെയായിരുന്നു. ഈ കേറ്ററിംഗ് ടീമിൻ്റെ ഫുഡിൻ്റെ കാര്യം അതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടിഷ്യൂ പേപ്പറിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. റാന്നിയിലുള്ള ശ്രീഭദ്ര കേറ്ററിംഗിൻ്റെ ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളൊരു ബേക്കറി കയറി ലൈമും ഷേക്കും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ അവളെ കണ്ട സന്തോഷത്തിൽ അവളെ കാണിക്കാൻ മറന്നുവരാം. ലാസ്റ്റ് ഞാൻ ഫോട്ടോ അറ്റാച്ച് ചെയ്തേക്കാം. ഈ കാണുന്ന ചുക്കുടുമണിയാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരുപാട് കുറേ നാളത്തെ ആത്മബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. എൻ്റെ ബെസ്റ്റ് പേഴ്സൺ ആണ് ഈ നിൽക്കുന്ന ശവം. അപ്പോൾ ഇന്നേക്ക് ഇത്രയും ലവ് യു.